അങ്ങനെ 2 T20 മത്സരങ്ങൾ 5 പരമ്പരയിൽ 2 ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ മത്സരമാണെങ്കിൽ വെടിക്കെട്ട്. ഇങ്ങനെ ഒരു T20 മത്സരം ഇന്ത്യ കളിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഒരു ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അത്രയ്ക്കും നെഞ്ചിടിപ്പ്, ആവേശം. ആദ്യത്തെ 2 വിക്കറ്റ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കളി ഇവിടെ പോയി, ഇനി എങ്ങനെ ജയിക്കാനെന്ന് വിചാരിച്ചു. കാരണം സഞ്ജു സാംസൺ എനിക്ക് ആഗ്രഹമുണ്ട്, വല്ലാണ്ട് ആഗ്രഹമുണ്ട്. അദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്ന് കളിച്ച് കണ്ടെങ്കിൽ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഷോട്ടായിരുന്നു. ആദ്യത്തെ ഷോട്ട് ഒരു ക്യാച്ച് വിട്ട് 6 ആയതാണ്. പിന്നെ നമ്മുടെ അഭിഷേക് ശർമ്മ എല്ലാ കളിയിലും അദ്ദേഹം കളിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹം ഔട്ടായാലും പിന്നെ വന്ന ഇഷാൻ കിഷന്റെ അടുത്ത് നമ്മൾ IPL നിന്ന് ഒരുപാട് കളി കണ്ടിട്ടുണ്ട് ഇഷാൻ കിഷൻ. പക്ഷെ ഇതൊരു സ്മാരക കളി എന്ന് പറയാം, അത്രയ്ക്ക് വൻപിച്ച ഒരു കളി എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഇന്നിങ്സ് ഇപ്പോഴാണ് പുറത്തു വന്നത്. അദ്ദേഹം ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ട്, കലക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീം വേൾഡ് കപ്പിന് സെറ്റ് ടീമാണ്. ODI നമ്മൾ നോക്കണ്ട, വേൾഡ് കപ്പിന് T20 ബെസ്റ്റ് ടീം എന്ന് തന്നെ പറയാം. അവരുടെ ഒരു ബോളർക്കും അടി കിട്ടാത്ത ഒരു ബോളറും ഇല്ല. അറഞ്ചം പറഞ്ചം പൂച്ചി എന്നൊക്കെ പറയാം. അപ്പൊ ഇനി വരുന്നത്, ഇനി കുറെ പേര് ഉണ്ട്, ഇനിയും വരാൻ കളിക്കാനുണ്ട്. റിങ്കു സിംഗ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നു, പിന്നെ ഹർഷദീപ് സിംഗ്, അവർ കളിക്കാനുണ്ടായിരുന്നു. പിന്നെ അവരുടെ ബോളേഴ്സ് നോക്കുകയാണെങ്കിൽ 2 ഓവറിൽ 49 റൺസൊക്കെയാണ് നമ്മുടെ ഓപ്പണിംഗ് ബോളർ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു വിട്ടുപോയത്, അത് കൊടുത്തു കളഞ്ഞത്. എന്തോ കളിയായിരുന്നല്ലേ, സൂപ്പർ കളിയായിരുന്നു. അപ്പോൾ അടുത്ത മാച്ച് നമുക്ക് ഇതുപോലെ ഒരു നല്ല എന്റർടൈൻമെന്റ് മാച്ച് പ്രതീക്ഷിക്കാം. താങ്ക് യു.